ഗാസയിൽ നിന്ന് ഒരിക്കലും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. മന്ത്രിയുടെ നിലപാട് വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. ഗാസയിൽ സ്ഥിരം സൈനിക സാന്നിധ്യം ഉണ്ടാകുമെന്നും സമാധാന പദ്ധതിയുടെ പേരിൽ ഇക്കാര്യത്തിൽ പുറകോട്ടില്ലെന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചത്. സൈനിക യൂണിറ്റ് ഗാസയിൽ നിലയുറപ്പിക്കുമെന്നും സുരക്ഷയ്ക്ക് അത് ഏറെ അനിവാര്യമാണെന്നും കാറ്റ്സ് പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇസ്രയേൽ മന്ത്രിയുടെ ഈ പ്രകോപന പ്രസ്താവനയും എത്തുന്നത്. ഈ മാസം 29 ട്രംപുമായി ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ച നടത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് തിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്ത്, ഖത്തർ, തുർക്കി രാജ്യങ്ങളുമായി കഴിഞ്ഞ ദിവസം US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അമേരിക്കൻ നഗരമായ മിയാമിയിൽ ചർച്ച നടത്തിയിരുന്നു. അന്താരാഷ്ട്ര സൈനിക വിന്യാസത്തോടെ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്നാണ് സമാധാന പദ്ധതിയിൽ പറയുന്നത്. അതിനിടെ ഗാസയിലെ ആരോഗ്യമേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മരുന്നും ഉപകരണങ്ങളും ഇല്ലാതെ മിക്ക ആശുപത്രികളും വലയുകയാണ്. മതിയായ ചികിത്സ ലഭിക്കാതെ നൂറുകണക്കിന് പലസ്തീൻ രോഗികൾ ഇതിനകം മരിച്ചതായി ഗാസയിലെ പലസ്തീൻ മെഡിക്കൽ റിലീഫ് സൊസൈറ്റി മേധാവി മുഹമ്മദ് അബു അഫാസ് അറിയിച്ചു. അതിശൈത്യം തുടരുന്ന ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്ന അഭ്യർത്ഥനയും ഇസ്രയേൽ തള്ളിക്കളയുകയാണ്. അതിനിടെ ജെറുസലേം ഉൾപ്പെടെയുള്ള അധിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ വിപുലമായ കുടിയേറ്റ പദ്ധതികളുമായി മുന്നോട്ടു പോകാനുള്ള ഇസ്രയേൽ നീക്കം തടയണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ആവശ്യപ്പെട്ടു. ഇസ്രയേൽ സൈന്യം കിഴക്കൻ ഗാസയിലെ ഷുജായിയിൽ 2 പലസ്തീനികളെ വെടിവെച്ചു കൊന്നു. ഇതോടെ 24 മണിക്കൂറിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ 12 8 പേരുടെ മൃതദേഹം തകർന്ന കെട്ടിട കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നാണ് ലഭിച്ചത്. ആക്രമണത്തെ അപലപിച്ച ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഇസ്രയേൽ 875 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായും പറയുന്നു. വെടിനിർത്തൽ ആരംഭിച്ച ശേഷം ഇസ്രയേൽ ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് 1112 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പരിമിതമായിട്ടാണെങ്കിലും മാനുഷിക സഹായങ്ങൾ എത്തിച്ചു നൽകുന്നതിന്റെ ഫലമായി ഗാസയിലെ ക്ഷാമം അവസാനിച്ചുവെന്നും എന്നാൽ വിശപ്പിന്റെ തോതും മാനുഷിക സാഹചര്യവും ഗുരുതരമായി തുടരുകയാണെന്നുമാണ് UN റിപ്പോർട്ടിൽ പറയുന്നത്. ഗാസയിലെ 8 ഒരാൾക്ക് ഇപ്പോഴും ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വരുന്നുവെന്ന് UN പറയുന്നു. ശൈത്യകാല വെള്ളപ്പൊക്കവും തണുത്ത കാലാവസ്ഥയും കാരണം വിശപ്പിന്റെ കാഠിന്യം കൂടിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. 2 വർഷം നീണ്ട യുദ്ധത്തിൽ ഭവനങ്ങളുടെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഭൂരിഭാഗവും ഇസ്രയേൽ നശിപ്പിച്ചതിനാൽ ഗാസയിലെ ഭൂരിഭാഗം ആളുകളും ടെന്റുകളിലോ മറ്റ് നിലവാരമില്ലാത്ത സ്ഥലങ്ങളിലോ ആണ് താമസിക്കുന്നത്. ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിനു ശേഷം സഹായ വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ ഇസ്രയേൽ ഭാഗികമായി ലഘൂകരിച്ചിരുന്നു. പക്ഷേ വിതരണം ഇപ്പോഴും പരിമിതവും അസ്ഥിരവുമാണെന്ന് UN പറഞ്ഞു. പ്രദേശത്തേക്കുള്ള ഭക്ഷ്യസഹായത്തിനുള്ള ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങൾ മൂലം വൻതോതിൽ പട്ടിണി ഉണ്ടായതിനെ തുടർന്ന് ഓഗസ്റ്റിൽ ഗാസയിൽ ചില ഭാഗങ്ങളിൽ UN നിരീക്ഷകരായ IPC ആദ്യമായി ക്ഷാമം പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്ത് കുറഞ്ഞത് 450 പേരെങ്കിലും പട്ടിണി കിടന്ന് മരിക്കുകയുമുണ്ടായി. ക്ഷാമവർഗീകരണം അവസാനിച്ചിട്ടും ഗാസയിലെ സ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണെന്നും മുഴുവൻ ഗാസ മുനമ്പും അടിയന്തരാവസ്ഥയിലാണെന്നും മോണിറ്റർ പറയുന്നു. വെടിനിർത്തലിന് മുൻപ് ഗാസയിലേക്കുള്ള സഹായങ്ങൾ പ്രവേശിക്കുന്നതിന് ഇസ്രയേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഒക്ടോബറിൽ US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം UN നിന്നും അതിന്റെ പങ്കാളികളിൽ നിന്നുമുള്ള സഹായം ഇസ്രയേൽ അനുവദിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും കരാർ ഇപ്പോഴും ദുർബലമാണെന്ന് സഹായ പ്രവർത്തകർ പറയുന്നു. ഇസ്രയേൽ പ്രദേശത്ത് ഇപ്പോഴും ദിവസവും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. വെടിനിർത്തൽ തകർന്നാൽ ഗാസ മുനമ്പ് വീണ്ടും ക്ഷാമത്തിലേക്ക് വഴുതി വീഴുമെന്നും IPC മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.